ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് പശയോ കത്രികയോ ഒന്നുമില്ലാതെ വെറും പേപ്പർ കൊണ്ട് തന്നെ ഒരൊറ്റ പേപ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റ് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നടുകൊണ്ട് മടക്കി കൊടുക്കണം. നല്ല വൃത്തിയിൽ തന്നെ ആയിരിക്കണം. വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നല്ല വൃത്തിയിൽ നിൽക്കും, പിന്നെ ചുളിഞ്ഞ് കളഞ്ഞൊക്കെ നിൽക്കുമല്ലോ. പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ ഇങ്ങനെയല്ല മടക്കിയത്, അത് ഓപ്പോസിറ്റായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മടക്കാം. അതിനുശേഷം അവിടെ ലാസ്റ്റായിട്ട് 4 ഒരു സൈഡിൽ ഒരു കള്ളി, ഒരു സൈഡിൽ ഒരു കള്ളി, ഒരു സൈഡിൽ അങ്ങനെ 4 കള്ളീസ് ഉണ്ടാവുമല്ലോ. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ കള്ളീസ് എന്ന്. വലിയ പേപ്പറാണെങ്കിൽ ഏകദേശം വലുപ്പമുള്ളത് കിട്ടുമെന്നാണ് പറയുന്നത്. സ്ക്രീന് നല്ല സ്ക്വയർ പേപ്പറാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ കത്തുണ്ടാക്കും ഇങ്ങനെ മടക്കിയിട്ടൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അപ്പുറത്ത് തിരിച്ചതിന് ശേഷം അത് ഇങ്ങോട്ടായി ഫസ്റ്റ് ആക്കിയത്. എന്നിട്ട് അവിടെ ശേഷം സെക്കൻഡ് നമ്മൾ എടുക്കുമല്ലോ. പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട്, രണ്ടാമത് എടുക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കണം. നമ്മൾ ഒന്നാമത് എടുത്തതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കണം. കുറച്ച് പണിയൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കോളും. പിന്നെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞ് നോട്ട്സൊക്കെ ഉണ്ടാക്കി അത് വിളിക്കാം. ഇപ്പം ഇങ്ങനെ ചിലപ്പോൾ ചുളിഞ്ഞൊക്കെ വരും, അപ്പോൾ അത് നല്ല ഇങ്ങനെ നിവർത്തിയതാക്കി ഒന്ന് കൊടുക്കാം. ഇപ്പം എൻ്റെ തന്നെ കുറച്ച് ചുളിഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്താൽ പിന്നെ നമ്മളത് രണ്ടും ഏകദേശം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ പിക്ചറിൽ ഉണ്ടല്ലോ അങ്ങനെ കൈ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നത്, അങ്ങനെ ഉള്ളിലാക്കി കൊടുക്കാം. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം, ഇതിന് വെച്ചിട്ട് എന്ത് ഉപയോഗമുള്ളത് അത് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിനെന്താ വഴി എന്താ അറിയോ, ഒരു പേപ്പർ ഇപ്പോൾ നമ്മൾ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കില്ല, അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കും. ഒരു പേപ്പർ നമ്മളിപ്പോൾ പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കുമല്ലോ, അതിനുള്ളതാണ് ഇത്. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് വിചാരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഡെക്കറേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെന്ന് വെച്ചിട്ട് ബ്ലൂ പെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. കളർ പേപ്പർ നമ്മളെ നോട്ട്സ് അതേപോലെയൊക്കെ വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഒരു പേപ്പർ മാത്രമല്ല ഒരുപാട് പേപ്പേഴ്സ് ഇതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കാണിച്ചല്ലോ, അത് നിൽക്കുന്ന പോലെ അതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട്സ് ചെയ്താൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞിനോടാണ് ഇനി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ.